യെസ് അമ്മച്ചി പേരെന്തായിരുന്നു അമ്മ? വസന്ത. അമ്മക്ക് പേര് മാണിക്കം. അടുത്ത് താമസിക്കുന്നത് എവിടെ? ബീച്ചിൽ. പയ്യോലി. ഓക്കെ. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾ വന്നു എന്താ വെച്ചാൽ മുട്ടുവേദന കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഈ മുട്ടുവേദന, കൈ ഷോൾഡർ വേദന, ഊരുവേദന, നടക്കാനാവുന്നില്ല, തെരുപ്പ്, ക്ഷീണം, തലചുറ്റ്, വയ്യ, ചിലർക്കാർക്ക് തടി കൂടുന്നുണ്ട്, ചില തടി കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ടോ അമ്മ, ഇത് എന്താ കാരണമായിരിക്കാം? എനിക്കിപ്പം തോന്നുന്നത് വേദനയാണ്. എന്തുകൊണ്ടാണ് ഈ വേദന? ചെറിയ പ്രായത്തിലേ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. 8 വയസ്സായെന്ന് തുടങ്ങിയതാ. പാത്രങ്ങൾ കഴുകണം, ഭക്ഷണം കല്ലെല്ലാം എടുത്തിട്ട് ഞാൻ ചെയ്യലുണ്ട്. നമ്മളെ തെക്കോടി FCI പണിയാൻ എനിക്ക് ഇത് തന്നെ. അന്നതിന് ശേഷം കല്യാണം എല്ലാം കഴിഞ്ഞ് കുട്ടികള്. അപ്പൊ വീട്ടില് കുറെ ആൾക്കാരുണ്ടാവും? ഇല്ല, ഭർത്താവും ഞാനും 2 മക്കളെല്ലാം. ഭർത്താവ് മരിച്ചു പോയി. ഓക്കെ. അപ്പൊ ഈ പണ്ട് എങ്ങനെ വെച്ചാൽ അമ്മി കുറെ അമ്മിയിട്ട് മസാല ആക്കണം. ഇപ്പൊ അമ്മിയുണ്ടോ? ഇപ്പൊ അമ്മിയൊക്കെ പോയി, മമ്മി വന്നു അല്ലേ? അങ്ങനെ പോയി. പിന്നെ അതിന് ശേഷം പണ്ട് ഇങ്ങനെ ഈ അടിക്കുന്ന സാധനല്ലേ ഇടിക്കൽ, അത് ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മെഷീനിലായി പോയി. പിന്നെ തുണിയൊക്കെ പണ്ട് എങ്ങനെ വാഷ് ചെയ്യാനായിരുന്നു? അത് ചെയ്യുമ്പോ നമുക്ക് ഒരു വേദന ഇല്ലായിരുന്നു, ഒരു മുട്ടിക്ക് പ്രശ്നം ഇല്ലായിരുന്നു. അമ്മി ഇങ്ങനെ ചെയ്യുമ്പോ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. ഇപ്പൊ എല്ലാം പോയതിനു ശേഷം നമുക്ക് വേദന തുടങ്ങി, എല്ലാ കഷ്ടക്കാരും. അതെല്ലാം ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്യുന്നല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ടോ ഇപ്പത്തെ കുട്ടികൾ? എനിക്ക് കൈയും കാലെല്ലാം കൂടും, വേദന വരും, കൂടും. തന്നെ ഇവിടെ ഇങ്ങനെ അലക്കുമ്പോൾ ഇവിടെ വേദന. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ അഥവാ ഈ പഴയ പോലെ തുണി അലക്കാനോ ഇല്ലെങ്കിൽ അമ്മി യൂസ് ചെയ്താനോ അങ്ങനെ ഉണ്ടാവൂല. ചെയ്താൽ നല്ലായിരുന്നു. എന്നാ പിന്നെ നമുക്ക് പുറമെ പോയി എക്സർസൈസ് ചെയ്യാൻ ആവശ്യമില്ല അല്ലേ? ഇപ്പൊ പല വീട്ടില് കിണർ പോലെ കോഴി എടുക്കുന്നില്ല അല്ലേ? എല്ലാത്തിനും മോട്ടറിട്ട്. പിന്നെ എന്താ വെച്ചാൽ ഈ ഇപ്പത്തെ അത് പോട്ടെ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പെൺകുട്ടികൾ വേണ്ടേ? ഇപ്പൊ ആൺകുട്ടിക്ക് പെൺകുട്ടി പെൺകുട്ടി വേണ്ടേ? അതുപോലെ ഇപ്പൊ കിട്ടുന്നില്ല. അപ്പൊ എവിടെ പോയി പെൺകുട്ടികൾ അല്ലേ? ഡോക്ടർമാർ പറയും 1 മാത്രം പ്രസവിച്ചാൽ നിർത്തണം പറയും. നമുക്ക് കുട്ടികൾ വേണം. എന്റെ കുട്ടികൾ വിദ്യാഭ്യാസം കുറവാ. അപ്പൊ ഇനിയുള്ള അങ്ങോട്ട് അങ്ങനെ പോരാലോ, കുറച്ച് കുട്ടികൾ വേണം വെച്ചാൽ വിദ്യാഭ്യാസവും വേണം. അങ്ങനെയുള്ള കുട്ടികളായിരിക്കണം. ഇപ്പൊ അവർക്ക് ജോലി വേണം. എല്ലാ പെൺകുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല. അപ്പൊ പെൺകുട്ടികൾ കിട്ടുന്നില്ല, ആൺകുട്ടികൾ. ഇതാ പ്രശ്നം. പിന്നെ അവർക്ക് കല്ല് കെട്ടലും. ഒരു മോന് ഗ്യാസിന്റെ പണിയാണ്, പക്ഷെ പിന്നെ കൂലിപ്പണിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നാടിന്റെ അവസ്ഥ വളരെ വിഷമത്തില ആണല്ലേ? ഇനി രക്ഷിക്കാൻ വേണ്ടി വീണ്ടും ഒരു മാവേലിനെ വരേണ്ടി വരും. ഈ ഓണത്തിന് കണ്ടിരുന്നു, ഞാൻ മാവേലി വേഷത്തിലായിരുന്നു. ഞാൻ ഈ ഓണത്തില് ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ മാവേലി വേഷത്തിലെ പേഷ്യന്റ് നോക്കിയതാ. ഓക്കെ. അങ്ങനെ അപ്പൊ ഞാൻ അതാ പറയാ. അപ്പൊ ഞാൻ അത് ആവാൻ വേണ്ടി ഒരു മാവേലി, ഞാൻ ആയതിനെ പോലെ ഒരു മാവേലി ആക്കേണ്ടി വരും ഇവിടത്തേക്ക്. അങ്ങനെ കേരള രക്ഷപ്പെട്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ നല്ല കാര്യമാണ്. അപ്പൊ ഇനി മുതൽ പറയാം, നിങ്ങൾക്ക് അതാ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാവരും കുറച്ച് വീട്ടിലെ ജോലി ചെയ്യണം. ഈ മിക്സി, ഈ ഫ്രിഡ്ജ്, TV അങ്ങനത്തെ അതൊന്നുമില്ല. ഇപ്പൊ എനിക്ക് എല്ലാം കൈ തന്നെ, കൈയും ഇരുന്ന് തിരുമ്പല. ഇതുപോലെ കസാല ഇട്ടിട്ട് കല്ലിൻ്റെ അടുത്ത് പോയിട്ട് അടിച്ച് തിരുമ്പല അല്ലേ? അപ്പൊ കുറച്ച് വീട്ടിൽ അധ്വാനിച്ചാൽ പുറമേ ഉള്ള പ്രശ്നം ഉണ്ടാവില്ല. അത് ചെയ്യാത്തോണ്ട് എല്ലാം സൂക്കടാണ് അല്ലേ? ഓക്കെ. അപ്പൊ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പണി. ഇപ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ എന്താ പറയാ അറിയോ? ഡിഗ്രി പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ? അപ്പോൾ പറയും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല, പഠിക്കുന്നു. പണ്ടത്തെ ആൾക്കാർ പഠിച്ചില്ലേ, പിന്നെ എന്തായാലും എല്ലാ ജോലി ചെയ്യൂലേ? അച്ഛനും അമ്മയെല്ലാം മാഷും ടീച്ചറെല്ലാം ചെയ്തിട്ടല്ലേ. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം നാടിനെ ഒന്ന് മാറ്റം വരുത്തേണ്ടി വരും അല്ലേ? ദൈവം കാണാനില്ല, നാടേ ഉള്ളൂ അല്ലേ?
ഓക്കെ ശരി മാറ്റി പിടിക്കേണ്ടി വരും. മാറ്റി പിടിക്കണം മോഹൻലാൽ പറഞ്ഞ പോലെ. മോഹൻലാൽ പറഞ്ഞ പോലെ അപ്പോൾ നിങ്ങളൊക്കെ ഒരു പ്രായമുള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ ഈ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുക അതെ. നാടിന് ആൾക്കാർക്ക് അനുഗ്രഹിക്കുക നിങ്ങളൊക്കെ അനുഗ്രഹിച്ചാൽ നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ നന്നായി വരട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക അല്ലേ നന്നായി വരും ഒരു നമുക്ക് തിരിച്ച് പിടിക്കാം അല്ലേ പിടിക്കണം. പിടിക്കണം മാറ്റി പിടിക്കണം. ദൈവത്തിന് സ്വന്തം നാട്ടിലേക്ക് തന്നെ ഒന്ന് പിടിച്ചു വെക്കണം അല്ലേ എന്തായാലും വളരെ സന്തോഷം നിങ്ങളൊക്കെ സംസാരിച്ച് കേട്ടോ താങ്ക് യു എല്ലാം ഉഷാറായി വരട്ടെ അമ്മമാരെ ഇങ്ങനെ രണ്ടാൾ ഓക്കെ ശരി ശരി.